ഈശ്വര നോക്കി. എന്റെ ദൈവമേ, ഈ വെടല എന്തുകൂടെ ഈ കാണിക്കുന്നത്? എനിക്ക് വണ്ടി പാലാരിവട്ടം കനറ ബാങ്ക് എടിഎമ്മിൽ നിന്നും സൈറൻ അടിക്കുന്നുണ്ട്. എത്രയും പെട്ടെന്ന് പോയി ചെക്ക് ചെയ്യുക. പാലാരിവട്ടം കനറ ബാങ്ക് എടിഎമ്മിൽ സൈറൻ അടിക്കുന്നുണ്ട്. ഇമ്മീഡിയറ്റ് ചെക്ക് ചെയ്യുക. അതെ, ആ കൺട്രോൾ റൂമിൽ നിന്ന് വിളിച്ചിരുന്നു. ഞങ്ങളത് പോയി നോക്കിട്ട് വരാം. എന്നാ സാർ വിഷയം? ആ ATM ആരോ പാതിരാത്രി കുത്തി തുറന്നു. ആ കാനറ ബാങ്കിന്റെ ATM. സാറേ, ഞങ്ങൾ പൊക്കോളാം. ഇവന്മാർക്ക് എന്താ ഇത്ര ഉത്സാഹം? നീയൊക്കെ എന്നാ കാപ്പുഴുങ്ങാൻ നിൽക്കുവാടാ? ഇങ്ങോട്ട് എനിക്കടാ 13 രൂപ പട്ടി. ഉണ്ടായിക്കോട്ടോ. എങ്ങോട്ടിറങ്ങ? രാത്രിക്ക് കള്ളം കുടിച്ചങ്ങ് നടക്കുക. എന്നാടാ ബലം പിടിക്കും? ഇവനാണോ? ആ സാറേ. നീയൊക്കെ എന്തിനാണോ പാതിരാത്രി ATM കുത്തിപ്പൊളിക്കാൻ നടക്കുന്നത്? സാറ് പറഞ്ഞിട്ടാ സാറേ. സാറ് പറഞ്ഞിട്ടാണ്. ഞാൻ പറഞ്ഞിട്ടില്ല. അയ്യപ്പനാണ്, എനിക്ക് അറിയ പോലുമില്ല. സാറങ്ങനെ പറയത്തില്ലല്ലോ. ഞാൻ ഒട്ടും പറയില്ല. ഇല്ല, ഉണ്ടാവില്ല. സത്യമാണ്. പക്ഷെ എന്നാലും അവൻ സാറിന്റെ പേര് പറഞ്ഞത് വളരെ... എന്താ? സത്യമായിട്ട് ഞാനങ്ങനെ പറഞ്ഞിട്ടില്ല. ഞാനങ്ങനെ പറയൂലല്ലോ. ഞാൻ പറഞ്ഞിട്ടില്ല. പറഞ്ഞേക്ക്. ഞാൻ അങ്ങനെ ആരോടൊന്നും പറഞ്ഞിട്ടില്ല. രാമേശ്വരൻ ATM കുത്തിപ്പൊളിക്കാൻ ഞാൻ പറഞ്ഞിട്ടില്ല. എന്താ കേസ്? കഴിച്ചോ? ഇത് ഇവളുടെ ആധാർ കാർഡാ. ഇതിപ്പോ ഒന്നേന്ന് തുടങ്ങണമല്ലോ. കേസിന്ന് പറഞ്ഞു കൊടുത്തേ. ഇതുവരെ ഞങ്ങൾക്ക് ഇതിൽ വലിയ റോളൊന്നും ഇല്ലായിരുന്നു. പക്ഷെ ഇനിയിപ്പോൾ ഞങ്ങൾക്ക് ഇതിൽ ഇടപെട്ടേ പറ്റും. കേസി അങ്ങനൊന്നും പറഞ്ഞാൽ ഇവന് മനസ്സിലായില്ല. ചെറിയ ഇറക്കാനല്ലേ ആ സാധനം കാണിച്ചു കൊടുക്കുക. പേരൊന്നും നോക്കണ്ട, മാന ഡേറ്റ് ഓഫ് ബർത്ത് നോക്കി. ഇതൊന്നും അറിയാതെ നമ്മൾ എന്തോരം വെറുതെ സംസാരിച്ച് കൂട്ടിയതല്ലേ. ഇപ്പൊ കണ്ടില്ലേ, മനസ്സിലായോ? പെണ്ണിന് വയസ്സ് 16. 16 എന്ന് പറയുമ്പോ പോക്സോ. അപ്പം എങ്ങനെ ബാക്കി കാര്യങ്ങൾ? കേസിൻ്റെ സീരിയസ്നെസ് ഒക്കെ അറിയാമല്ലോ. ചാനലും വാർത്തകളൊക്കെ കാണാറുണ്ടല്ലോ. അതുകൊണ്ട് നമ്മൾ നേരത്തെ പറഞ്ഞുറപ്പിച്ച തുകയുടെ കാര്യത്തിൽ ചെറിയ വ്യത്യാസം ഉണ്ടാവും. മോനെ ഒരു 10 ലക്ഷം രൂപ നേരം വെളുക്കുമ്പോഴത്തേക്ക് ഉണ്ടാക്കേണ്ടി വരും. ആലോചിച്ച് നോക്കി, മോനെ കൊണ്ട് പറ്റുമോ? ഇല്ല. അതുകൊണ്ട് ഞാൻ മോൻ്റെ അച്ഛനോട് സംസാരിക്കാം. സാറേ വിളിക്കില്ല സാറേ.
എനിക്ക് കുറച്ച് ദിവസം സമയം തരുവാണെങ്കിൽ ഞാൻ എങ്ങനെയെങ്കിലും പൈസ ഒപ്പിക്കാം. എങ്ങനെയെങ്കിലും പൈസ ഒപ്പിക്കാം സാറേ, പ്ലീസ് സാറേ. കുറച്ച് ദിവസമേ. ഇയാൾ കുറെ നേരം ഇവിടെ ചുറ്റിപ്പറ്റി നിൽക്കുന്നു. എന്താ പരിപാടി? സാറേ നമ്മുടെ സുഹൃത്തിൻ്റെ ഒരു അനിയനാണ്, ചെറിയൊരു ഡ്രങ്ക് ആൻഡ് ഡ്രൈവ് കേസ്. സാറ് വീട്ടിലോട്ടാ? ആ വീട്ടിലേക്കാ. ശരി സാർ. ആ ഹിന്ദിക്കാരുടെ കാര്യത്തിൽ വേറെ കൺഫ്യൂഷൻ ഒന്നും ഇല്ലെങ്കിൽ രാവിലെ തന്നെ പറഞ്ഞു വിട്ടേ കേട്ടോ. ആ വിട്ടോളാം. സ്വാമി ശരണം. നിങ്ങൾ രണ്ടാളും എന്നെ കളിപ്പിക്കായിരുന്നല്ലേ സാറേ? എനിക്കെല്ലാം മനസ്സിലാവുന്നുണ്ട്. അതിന് നിങ്ങൾ എന്നെ കളിപ്പിക്കായിരുന്നല്ലേ? ആ ഇനി ഞങ്ങളുടെ നെച്ചത്തോട്ട് കയറുവാണോ? നിന്റെ അച്ഛനോടൊന്ന് സംസാരിക്കട്ടെ കേട്ടാ. സാറേ പോടെ ഇറക്കാം. സാറ് വിളി, അവൻ്റെ അപ്പനെ വിളി സാറേ. എന്താടാ സാറേ, സാറ് വിളിച്ച സാറേ വീട്ടിൽ വിളിക്കില്ല സാറേ, ചതിക്കില്ല സാർ. കയ്യെന്ന് വിടുവാനെ. ഒരാഴ്ച കഴിഞ്ഞാൽ കല്യാണമാണ് സാർ. നീ കയ്യെന്ന് വിട് സാറേ പ്ലീസ് സാറേ. ഹലോ, ക്രിസ്റ്റിയുടെ അച്ഛനല്ലേ? ആ സാറേ, ഇത് സ്റ്റേഷനിൽ നിന്നാണ് വിളിക്കുന്നത്.